ഞാൻ ഫാദർ ഫെബിൻ റബേല്ലോ, പുരാതനമായ കൊച്ചി റോമൻ കത്തോലിക്ക രൂപതയിലെ വൈദികനാണ്. ഇപ്പോൾ ഇറ്റലിയിലെ ഫ്ലോറൻസ് അതിരൂപതയിൽ സേവനം ചെയ്യുന്നു. ഭാരതത്തിലെ കത്തോലിക്ക സഭയുടെ ഈറ്റില്ലവും മൂലക്കല്ലും എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊച്ചി രൂപതയുടെ 36ാമത്തെ മെത്രാന്റെ ഔദ്യോഗിക മുദ്ര വരയ്ക്കുവാൻ സാധിച്ചത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അതും കലയുടെയും സംസ്കാരത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയുമൊക്കെ പിള്ളത്തൊട്ടിലായ ഫ്ലോറൻസ് നഗരത്തിൽ നിന്നു തന്നെ ഇത് വരയ്ക്കാൻ സാധിച്ചു എന്നതും ഒരു ഇരട്ടി മധുരമാണ്. സാധാരണയായി മെത്രാന്മാരുടെ മുദ്രയിൽ പച്ച നിറമെന്നത് പൊതുവായി കാണുന്നതാണ്. ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവിന്റെ മുദ്രയിലും അത് കാണുന്നുണ്ട്. കൂടാതെ കൊച്ചിയുടെ ചരിത്രത്തിൽ അതിപ്രധാനമായ ആ കൂനൻ കുരിശും ചുറ്റുവിളക്കും പൂമാലയുമൊക്കെ അദ്ദേഹത്തിന്റെ മുദ്രയിൽ ഉൾച്ചേരുമ്പോൾ അത് കാണിക്കുന്നത് നമ്മുടെ നാടിന്റെ പാരമ്പര്യവും പൈതൃകവുമൊക്കെയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് കൊച്ചിയിൽ 1505 പണിത സാന്താക്രൂസ് ദേവാലയമാണ്. കേരള സഭയുടെ അമ്മ ദേവാലയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ കത്തീഡ്രൽ കേരള സഭയുടെ മാത്രമല്ല, ഇന്ത്യൻ സഭയുടെ തന്നെ വേരാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നീട് അദ്ദേഹം എന്നോട് വരയ്ക്കാൻ ആവശ്യപ്പെട്ടത് വിശുദ്ധ യാക്കോബ് അപ്പസ്തോലനുമായി ബന്ധപ്പെട്ട ഒരു അടയാളമാണ്. യാക്കോബ് അപ്പസ്തോലന്റെ ഇത്തിൽ എന്നറിയപ്പെടുന്ന വലിയ കക്കയുടെ ഇത്തിൽ. അത് പിന്നീട് വിശ്വാസികളുടെ നെറുകയിലേക്ക് സ്നാനജലം ഒഴുകി വീഴുന്ന ഒരു ഉപകരണമായും ചരിത്രത്തിൽ പിന്നീടത് ജ്ഞാനസ്നാനത്തെ സൂചിപ്പിക്കുന്ന ശക്തമായ ഒരു അടയാളമായി മാറുകയും ചെയ്തു. കൊച്ചി രൂപതയുടെ ചരിത്രത്തിൽ വിശുദ്ധ യാക്കോബ് അപ്പസ്തോലന്റെ പ്രാധാന്യവും വിശ്വാസ വളർച്ചയിലും പ്രതിസന്ധിയിലും അദ്ദേഹത്തിന്റെ ശക്തമായ സാക്ഷ്യവും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ കാണുന്നത് ഒരു നങ്കൂരമാണ്. അത് പ്രത്യാശയുടെ ചിഹ്നമാണ്. ഏത് കാറ്റിലും കോളിലും സഭയാകുന്ന തോണിയെ ഉറപ്പിച്ചു നിർത്തുന്ന പ്രത്യാശയുടെ പ്രതീകം. പിന്നെ വൈപ്പിനിലെ പ്രത്യാശ മാതാ ദേവാലയത്തോടുള്ള ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവിന്റെ സ്നേഹവും ഇതിൽ നമുക്ക് കാണാവുന്നതാണ്. പിന്നീട് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സ്വർഗീയ മധ്യസ്ഥൻ കൂടിയായ അന്തോണീസ് പുണ്യവാളന്റെ അപ്പം അഥവാ ദ ബ്രെഡ് ഓഫ് സെയിന്റ് ആന്റണി എന്ന ചിത്രമാണ്. അത് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം, കത്തോലിക്ക സഭ എന്നും സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ചെയ്താണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് അദ്ദേഹവും തുടരുമെന്നതും അത് മറന്ന് മുന്നോട്ട് പോകുവാൻ സഭയ്ക്ക് കഴിയില്ല എന്ന ഓർമ്മപ്പെടുത്തലുമാണ്. പിന്നീട് ലത്തീൻ ഭാഷയിൽ അതിമനോഹരമായ ഒരു ആപ്തവാക്യം കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഗ്രാറ്റ്സിയ ദെയിസും ഇദ് ക്വോദ് സും. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. മൈക്കലാഞ്ചലോയും ഡാവിഞ്ചിയുമൊക്കെ ചരിത്രം എഴുതിയ ഫ്ലോറൻസിലെ ഈ മണ്ണിൽ നിന്ന് ഇത് ചെയ്യാൻ സാധിച്ചതിൽ ആ ഭാഗ്യത്തെ ഓർത്ത്, ആ അനുഗ്രഹത്തെ ഓർത്ത് ഞാനും ദൈവത്തിന് നന്ദി പറയുന്നു.